ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഫോർ മീ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ലൈഫിൽ ബാക്കി ഒക്കെ ഒഴിവാക്കിയാൽ വട്ട് എവർ അതും എല്ലാം ഒന്നും ബോധർ ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ എവറി ഡേ ഗ്രേറ്റ്ഫുൾ ആയിട്ടൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫ് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു വേയില് പോണത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. I experienced this in past few months especially that എന്തോ ആയിക്കോട്ടെ ലൈഫിൽ നടക്കുന്നത്, നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, പോസിറ്റീവ് ആയിരിക്കാം, ബട്ട് വട്ട് എവർ ഇഫ് ഇറ്റ് ഈസ് അതിന്റെ ഇടയിൽ നിങ്ങളൊരു ഗ്രേറ്റ്ഫുൾ ആവാൻ ഒരു കാരണം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ ദിവസം ഒന്നല്ല, എവറി ഡേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാണ്. എവറി ഡേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ബേസിൽ അതിനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ടല്ല, ബട്ട് എന്തൊരു കാര്യമാണെങ്കിലും അതിൽ ഗ്രേറ്റ്ഫുൾ ആവാനുള്ള റീസൺ കണ്ടുപിടിച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് ഒരു പോയിന്റിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും ദാറ്റ് നമ്മൾ എന്താണോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ 10 ഇരട്ടി നമ്മുടെ ലൈഫിലോട്ട് വരുന്ന ലെവലിൽ ഒരു പോയിന്റ് നമ്മുടെ ലൈഫിൽ വരും ഫോർ ഷുവർ. 101%. അതിപ്പോ എല്ലാ രീതിയിലും സന്തോഷം ആയിക്കോട്ടെ, നല്ലൊരു റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, പൈസ ആയിക്കോട്ടെ, നല്ല അവസരങ്ങളായിക്കോട്ടെ, നമ്മുടെ എല്ലാം നമ്മൾ ചോദിച്ചതിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി നമ്മുടെ ലൈഫിലോട്ട് യൂണിവേഴ്സ് അത് ഷവർ ചെയ്യും. ലൈക്ക് അപ്പഡൻസ് ആയിട്ട് ഷവർ ചെയ്യുന്ന ഒരു മൊമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. എവറി ഡേ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുവാണെന്നുണ്ടെങ്കിൽ നോ മാറ്റർ വാട്ട്. അപ്പൊ ഇതിന് അത്രയും പവർ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി. അതായത് നിങ്ങൾ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയാണ് എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫ്രീക്വൻസി എന്താണ്, നമ്മുടെ എനർജി എത്രത്തോളം ഇൻക്രീസ് ആക്കും, ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് വലിയൊരു ടോപ്പിക്കാണ്. ലൈക്ക് അതിന്റെ പിന്നാലെ ഒളിഞ്ഞിരിക്കുന്ന മിറാക്കിൾസ് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അറിയുന്ന സമയത്ത് നമ്മളെ ശരിക്കും മൈൻഡ് ഓപ്പൺ ആവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രൈ ചെയ്യും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട്. ശരിയാണ്, നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് സിറ്റുവേഷൻസും നമ്മൾ മനുഷ്യന്മാരാണ്, ഇമോഷൻസ് അങ്ങോട്ട് കൂടെ മാറിപ്പോവാം. നമ്മളത് മാറി ഒരു പ്രാവശ്യം പെട്ടെന്ന് നെഗറ്റീവായി അപ്പൊ നമ്മുടെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് അങ്ങനെയല്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ കുറച്ച് ഗ്രേറ്റ്ഫുൾ ആവാനുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഓട്ടോമാറ്റിക്കലി അവർ കഴിവുണ്ട് കേട്ടോ. എന്തിനും പോസിറ്റീവായിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇൻബോൺ ടാലന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം എന്തിനും നെഗറ്റീവ് ആവുന്ന ആൾക്കാരും ഉണ്ട്. അതേസമയം എന്നെ സംബന്ധിച്ച് ഞാനൊരു ന്യൂട്രൽ നിൽക്കുന്ന ഒരാളാണ്. ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. ബട്ട് പാസ്റ്റ് 3-4 months ഞാൻ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ഞാൻ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെയൊക്കെ ചെയ്യാവുന്ന ലെവലിൽ, അതായത് എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം, എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അപ്സ് വരാം ഡൗൺസ് വരും, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിന്റെ ഇടയിൽ എങ്ങനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം എന്ന ലെവലിനെ കുറിച്ച് സെർച്ച് ചെയ്ത് പഠിച്ച് അതൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 4-5 മാസമായിട്ട് ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ലൈഫിൽ ആഗ്രഹിച്ചതിനേക്കാൾ അപ്പുറത്തോടെ എന്റെ ലൈഫിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. In lot of ways I'm feeling so grateful for that, so happy, touch wood. Okay, like ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, like more than I think it was growing, it was reaching to people, it was adding value to others life. I'm feeling so grateful, I'm feeling so happy for that. ഇപ്പൊ ഈ യൂട്യൂബിന്റെ കാര്യം പറയുവാണെങ്കിലും ഒരു 1 year മുന്നേ വരെയൊക്കെ I was thinking like that, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടും, എനിക്ക് ലൈക്സ് വരും, എനിക്ക് കമന്റ്സ് വരും, എന്റെ വ്യൂസ് ആയി പോവും, വൺ ഡേ എന്റെ മോണിറ്റൈസ് ആവും, എനിക്കും സിൽവർ ബട്ടൺ എന്റെ ബട്ടൺസ് ഒക്കെ വരും. I was just thinking about it. But right now ഇപ്പൊ എന്റെ വീഡിയോസ് പോസ്റ്റ്, I'm not telling that ഞാൻ എനിക്ക് വേണ്ടതൊക്കെ ചെയ്തെന്നല്ല ഞാൻ പറയണത്, ബട്ട് സ്റ്റിൽ അറ്റ്ലീസ്റ്റ് I'm taking step towards that. ഇഷ്യലി എന്റെ വീഡിയോസിന്റെ വ്യൂസ് പോയി 50, 100, 200. നൗ റീസെന്റ് ഡേയ്സ് എന്റെ കുറച്ച് വീഡിയോസിന്റെ വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3000, 2000 ആ ഒരു റേഞ്ച് ഒക്കെ. I'm feeling so grateful for it. Like once it was a dream for me, now it was reality. So ഞാൻ മനസ്സിലാക്കിയ ഒരു ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. ഫ്രം പാസ്റ്റ് 4-5 months ഐ മീൻ എ സ്റ്റേറ്റ് വേർ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്. അതിപ്പോ എനിക്ക് എല്ലാം ഫേവർ ആയിട്ട് നടന്നതെന്ന് ഞാൻ പറയുന്നില്ല. കുറെ അപ്സ് ആൻഡ് ഡൗൺസ്, കുറെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺസ്, കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ബട്ട് വാട്ട് എവർ വാസ് ഹാപ്പനിങ് ഐ വാസ് ജസ്റ്റ് സേയിങ് ദാറ്റ് ഇറ്റ്സ് ഹാപ്പനിങ് ഫോർ എ റീസൺ ആൻഡ് ഐ എം സറണ്ടറിങ് കംപ്ലീറ്റ്ലി ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ദാറ്റ് സ്റ്റിൽ ഐ ഹാവ് എ ഗുഡ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ സ്റ്റിൽ ഐ ഹാവ് ദ കാപ്പബിലിറ്റി ടു കം ബാക്ക്. താങ്ക് യു സോ മച്ച് ദാറ്റ് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ലൈക് വാട്ട് എവർ സിറ്റുവേഷൻ ഈസ്, അതിനിടയിൽ എന്തെങ്കിലും ഒരു ഗ്രേറ്റ്ഫുൾ ആവാനുള്ള പോയിന്റ് ഞാൻ കണ്ടുപിടിക്കലുണ്ട്, അതിന് ട്രൈ ചെയ്യലുണ്ട്. കണ്ടുപിടിക്കലുണ്ടെന്നല്ല, ഡെഫിനറ്റ്ലി ഇമോഷൻസ് വീക്ക് ആവുമ്പോൾ നമുക്ക് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് വരുമെങ്കിലും ബട്ട് എങ്ങനെയൊക്കെ ഒരു കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്, നിങ്ങൾ തന്നെ കണ്ടാവില്ല ഒരുപാട് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, കൈയില്ലാത്ത ആൾക്കാർ, കണ്ണില്ലാത്ത ആൾക്കാര്, അവരുടെ ലൈഫിൽ എത്രത്തോളം ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നും അവർ ഓരോ കാര്യങ്ങളും നേരിടാനായിട്ട് എത്ര എഫേർട്ട് ഉണ്ടെന്നും നിങ്ങൾ കണ്ടു നോക്കിയേ. അപ്പൊ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്ര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോടോ. കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, കൈയുണ്ട്, അല്ലേ? അതായത് കണ്ണില്ലാത്ത നമ്മളെ, കൈയില്ലാത്ത നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, നമുക്ക് പറ്റുമോ ആലോചിക്കാൻ? ആ ഒരൊറ്റ കാര്യം ഞാൻ എപ്പോഴും, ഞാൻ അത്രയും എനിക്ക് വീക്കാണ്, ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഇതെനിക്ക് തന്നിട്ടുണ്ട് ദൈവം. എന്നിട്ടും ഞാൻ
കംപ്ലൈന്റ് ചെയ്യാണ്, ഓരോന്നിനെ കുറിച്ച് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അർത്ഥമുള്ളത്? അപ്പോ അതില്ലാത്തവൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് we felt like we are the most luckiest persons in this universe എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പോ ഞാൻ എൻ്റെ ഒരു തോട്ടിനെ ഒരു കംപ്ലീറ്റ് ആ ഒരു ലെവലിൽ ഒരു കഴിഞ്ഞൊരു ഫ്യൂ മന്ത്സിൽ ഇട്ടപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ മൈ എനർജി ഈസ് ഇൻക്രീസിങ്, മൈ ഫ്രീക്വൻസി ഈസ് ഇൻക്രീസിങ്. ഫോർ മീ എവറിത്തിങ് ഈസ് എനർജി. എല്ലാം ഇൻ ദിസ് യൂണിവേഴ്സ് എവറിത്തിങ് ഈസ് എനർജി. നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് എനർജി ഉണ്ട്, നമുക്കൊരു എനർജി ഉണ്ട്. വെൻ ദ ബോത്ത് എനർജി മീറ്റ്സ്, ദ ഫ്രീക്വൻസി മീറ്റ്സ്, ഇറ്റ് വിൽ ബിക്കം അവർ റിയാലിറ്റി. ബട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്റെ എനർജി ആ ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലെവലിൽ നമ്മുടെ വൈബ്രേഷൻസ് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. അത് വേറൊരു ടോപ്പിക്കാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളോട് നമ്മൾ പെട്ടെന്ന് എത്തിക്കുന്ന ഒരു സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇതിനകത്ത് ഞാൻ എങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതെ അതിന്റെ സ്റ്റെപ്പ് അങ്ങനെ ഒന്നുമല്ല പറഞ്ഞു. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ദാറ്റ് വാട്ട് ഐ എം ഫീലിംഗ് അബൌട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വാട്ട് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ മീ, ഇതൊക്കെ ഞാൻ ഈ വീഡിയോനകത്ത് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എന്തായാലും ഞാൻ ഈ വീഡിയോനെ കുറിച്ച് പ്രോപ്പർ ആയിട്ട് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്തിട്ട് ഡെഫിനറ്റ്ലി വീഡിയോസ് ചെയ്യും ഫോർ ഷുവർ. സോ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എനിക്ക് കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, സോ യാ, ട്രൈ ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഹാവ്, ഈച്ച് ടിന്നി തിങ് ഓൾസോ. എനിക്ക് വെള്ളം കുടിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്യുവർ വാട്ടർ കുടിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും അല്ലെ. അപ്പോ ഒരു വായി വെള്ളം കുടിക്കുമ്പോൾ ആലോചിക്കുക നമ്മൾ എത്ര ഗ്രേറ്റ്ഫുൾ ആണ് നമുക്ക് കുടിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളെ രാവിലെ എണീക്കാൻ മടിക്കുന്ന സമയത്ത് ആലോചിക്കുക, ഒരു ദിവസം എനിക്ക് ഇന്നും കൂടി നീട്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ എത്ര പേര് ആശുപത്രി കിടക്കൽ ഉണ്ടാവും എന്നുള്ള കാര്യം. നമുക്ക് ഗ്രേറ്റ്ഫുൾ അറിയാൻ ഒരുപാടൊന്നും വേണമെന്നില്ല. പക്ഷെ ഉള്ളതിന് ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ അടുത്തോട്ട് വരികയും ചെയ്യും. ഇറ്റ്സ് അനദർ തിങ് ആക്ച്വലി. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള വീഡിയോ എന്തായാലും ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് എങ്കിലും കമന്റ് ചെയ്യാം. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു.